ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് റെഡ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫുൾ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. അത് മിക്സ് ചെയ്ത ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട എഗ്ഗൊക്കെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. 5 എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വാനില എസൻസ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി എഗ്ഗ് ബീറ്റായി നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയതിനു ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എഗ്ഗ് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് 1 കപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മൈദ എടുത്ത അതേ കപ്പളവിൽ തന്നെ പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് റിബൺ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കളറിന് ആവശ്യമായിട്ടുള്ള കളർ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4-5 ഡ്രോപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. കൂടെ നമ്മൾ 1/4 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ പൊടികളുടെ ഒപ്പം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ആവാതെ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ അതേ നമ്മുടെ പൊടികളൊക്കെ കുറേശ്ശെയായിട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. 180 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അതിലത്തെ എയർ ബബിൾസൊക്കെ തട്ടി കളയാൻ മറക്കരുത് കേട്ടോ. അങ്ങനത്തെ കേക്ക് ബേക്കായി വന്നു. ഞാനിവിടെ 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തു. നിങ്ങൾ 3 ലെയറായിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. ഞാൻ എപ്പോഴും 4 ലെയറായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. നമ്മളിവിടെ കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്യുന്ന ടൈമിൽ തെന്നി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷോ മിൽക്ക് മേഡോ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ ലെയറിലും അധികം തിക്കായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. കഴിക്കുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ നമ്മൾ 4 ലെയറും സെറ്റ് ചെയ്തെടുത്ത് ക്രം കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ക്രം കോട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് സിമ്പിളാവും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വർക്കും കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയോ എന്ന്. നമ്മുടെ കേക്കിൻ്റെ ക്രീം ഒന്ന് ലൂസായി പോകുന്നില്ലെങ്കിൽ എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. കേക്ക് ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ക്രം കോട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. പിന്നെ നമ്മുടെ ഫൈനൽ കോട്ടൊക്കെ കഴിഞ്ഞു. നമ്മൾ സൈഡ് ഭാഗത്ത് കുറച്ച് ക്രംസൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഡിസൈനും കൊടുത്ത് നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.